അധികാരമേറ്റ നാൾ മുതൽ ലോകത്തിന്റെ കണ്ണിലെ കരടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യ ഉക്രൈൻ സംഘർഷം ഈ രീതിയിലേക്ക് വഴിമാറാൻ വെടിമരുന്നിട്ട് നൽകിയത് മറ്റാരുമല്ല, ഈ ട്രംപ് തന്നെയാണ്. സംഘർഷത്തിന് അയവ് വന്ന നാളിലാണ് അമേരിക്കൻ സിംഹാസനത്തിൽ ട്രംപ് ഇരിപ്പുറപ്പിക്കുന്നത്. പിന്നാലെ സംഘർഷം കൊടുമ്പിരി കൊള്ളുകയും വലിയ നാശനഷ്ടം ഇരുപക്ഷത്തിനും ഉണ്ടാവുകയും ചെയ്തു. ഇടക്കാലത്ത് സ്വല്പം ഒതുങ്ങി നിന്ന ഇറാൻ ഇസ്രായേൽ ബന്ധം അതും വഷളാക്കിയതിന് പിന്നിലും മറ്റാരുമല്ല, US പ്രസിഡന്റ് തന്നെയാണ്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഒരു വേളയിലാണ് അമേരിക്കയിൽ ട്രംപിനെതിരെ പോരാട്ടം തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ആദ്യപടിയാണ് പ്രസിഡന്റിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. US കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക അധികാരം അത് പരിമിതപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതിയോ യുദ്ധപ്രഖ്യാപനമോ ഇല്ലാതെ ഇറാനെതിരെ നേരിട്ട് നടപടിയെടുക്കുന്നതിൽ നിന്ന് US സായുധ സേനയെ വിലക്കുന്നതാണ് പുതുതായി അവതരിപ്പിച്ച ബില്ലിലെ പ്രധാന നിർദ്ദേശം. എന്നാൽ റിപ്പബ്ലിക്കന്മാർക്ക് ആധിപത്യമുള്ള കോൺഗ്രസിൽ ഡെമോക്രാറ്റുകളുടെ ബിൽ പാസാക്കിയെടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ട്രംപിന്റെ അധികാരത്തെ വെല്ലുവിളിക്കാൻ റിപ്പബ്ലിക്കന്മാർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് പൊതുവിൽ കാണുന്നത്. എന്നാൽ ഇറാനെതിരെ ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില ഘടകങ്ങളെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഇവർ ഡെമോക്രാറ്റുകൾക്ക് കൈകൊടുക്കുകയാണെങ്കിൽ ട്രംപിന്റെ യുദ്ധക്കൊതിക്ക് തിരശീല വീഴുമെന്ന് ഉറപ്പാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യം അമേരിക്കയെ മറ്റൊരു നീണ്ട പോരാട്ടത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്നാണ് ബിൽ അവതരിപ്പിക്കാനുള്ള കാരണമായി ഡെമോക്രാറ്റുകൾ പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു ശാശ്വത യുദ്ധം നടത്താൻ സൈനികരെ അയക്കുന്നതിൽ അമേരിക്കൻ ജനതയ്ക്ക് താല്പര്യമില്ല. ഈ രാജ്യത്തെ സൈനികരായ പുരുഷന്മാരെയും സ്ത്രീകളെയും അപകടത്തിലാക്കാൻ തീരുമാനിച്ചാൽ കോൺഗ്രസിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്താനും വോട്ട് ചെയ്യാനും പ്രമേയം ഉറപ്പാക്കുമെന്നാണ് ഡെമോക്രാറ്റിക് നേതാക്കൾ പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധമുണ്ടായാൽ എണ്ണമറ്റ ജീവൻ നഷ്ടപ്പെടും, ട്രില്യൺ കണക്കിന് ഡോളർ പാഴാകും, ഇനിയും കൂടുതൽ മരണങ്ങൾക്കും സംഘർഷങ്ങൾക്കും കൂടുതൽ അഭയാർത്ഥികളെയും സാക്ഷികളാകേണ്ടി വരും എന്ന ആശങ്കയും അമേരിക്കയിലെ പ്രതിപക്ഷം പങ്കുവയ്ക്കുന്നു. സംഘർഷം ലഘൂകരിക്കാൻ ടെഹ്റാൻ തയ്യാറാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ആക്രമണം തുടരുമെന്ന് തന്നെയാണ്. ചർച്ചയും സമാധാനവും ഒക്കെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് ഇറാനെതിരെ പല ആവർത്തി ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അമേരിക്കൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇറാൻ ഇതുവരെ കാണാത്ത സൈനിക നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും കാണേണ്ടി വരുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസവും നടത്തിയ ഭീഷണി. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ യുദ്ധക്കൊതി നിയന്ത്രിക്കാൻ അമേരിക്കയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും കൈകോർക്കുന്നത്.